ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓൺ മൈ ചാനൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ തുടർച്ചയാണ്. അതായത് ദർ ഈസ്, ദർ ആർ, ദർ വാസ്, ദർ വർ, ദർ വിൽ ബി, ദർ വുഡ് ബി, ദർ ഷുഡ് ബി, ദർ മസ്റ്റ് ബി, ദർ കുഡ് ബി, ദർ ക്യാൻ ബി ആൻഡ് ദർ മേ ബി, ദർ മൈറ്റ് ബി എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദർ ഹാസ് ബീൻ, ദർ ഹാവ് ബീൻ, ദർ ഹാഡ് ബീൻ. ഇങ്ങനെ മൂന്നാൾക്കാർ. ദർ ഹാസ് ബീൻ, ദർ ഹാവ് ബീൻ, ദർ ഹാഡ് ബീൻ. അപ്പോൾ ദർ ഹാസ് ബീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഉണ്ടായിട്ടുണ്ട്. ദർ ഹാസ് ബീൻ സിംഗുലറിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. സിംഗുലറിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. ദർ ഹാസ് ബീൻ. അപ്പോൾ ദർ ഹാവ് ബീൻ പ്ലൂറലിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. അതിൻ്റെ അർത്ഥവും അത് തന്നെയാണ്, ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദർ ഹാഡ് ബീനോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദർ ഹാഡ് ബീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ സെൻറ്റൻസ് നമുക്ക് പരിചയപ്പെടാം. അതിനുശേഷം കൂടുതൽ സെൻറ്റൻസുകൾ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചു തരാം, അതിൻ്റെ മലയാളം അർത്ഥവും. ഓക്കെ, അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ദർ ഹാസ് ബീൻ വെച്ച് നമുക്ക് ഒരു സെൻറ്റൻസ് നോക്കാം. ദർ ഹാസ് ബീൻ വെച്ചിട്ട് നമുക്ക് ഒരു സെൻറ്റൻസ് നോക്കാം. ദർ ഹാസ് ബീൻ ആൻ ആക്സിഡൻറ്റ് ഹിയർ. ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ദർ ഹാസ് ബീൻ ആൻ ആക്സിഡൻറ്റ് ഹിയർ. ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ദർ ഹാസ് ബീൻ എ ബിഗ് ചേഞ്ച് ഇൻ ഹിസ് ലൈഫ്. അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ദർ ഹാസ് ബീൻ എ ബിഗ് ചേഞ്ച് ഇൻ ഹിസ് ലൈഫ്. അവൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ സിംഗുലർ ഒരു കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ ഹാസ് ബീൻ ഉപയോഗിച്ചത്. ഇനി ദർ ഹാവ് ബീനോ, ദർ ഹാവ് ബീൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പരിചയപ്പെടാം. ദർ ഹാവ് ബീൻ മെനി ചേഞ്ചസ് ഇൻ ദിസ് സിറ്റി. ദർ ഹാവ് ബീൻ മെനി ചേഞ്ചസ് ഇൻ ദിസ് സിറ്റി. ഈ സിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദർ ഹാവ് ബീൻ മെനി പ്രോബ്ലംസ് ഇൻ ദിസ് പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദർ ഹാവ് ബീൻ മെനി ആക്സിഡൻറ്റ്സ് ഓൺ ദിസ് റോഡ്. ഈ റോഡിൽ ഒരുപാട് ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയാം. ഇനി നമുക്ക് അടുത്തത് ദർ ഹാഡ് ബീൻ, ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദർ ഹാഡ് ബീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദർ ഹാഡ് ബീൻ മെനി പ്രോബ്ലംസ് ഇൻ ദാറ്റ് കമ്പനി. ആ കമ്പനിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദർ ഹാഡ് ബീൻ മെനി പ്രോബ്ലംസ് ഇൻ ദാറ്റ് കമ്പനി. ആ കമ്പനിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദർ ഹാഡ് ബീൻ എ ബിഗ് സ്റ്റോം യെസ്റ്റർഡേ. ഇന്നലെ വലിയൊരു കൊടുങ്കാറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദർ ഹാഡ് ബീൻ എ ബിഗ് സ്റ്റോം യെസ്റ്റർഡേ. ഇന്നലെ വലിയൊരു സ്റ്റോം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതാണ് സുഹൃത്തുക്കളെ, ഇത് അർത്ഥങ്ങളും ഇതിൻ്റെ സെൻറ്റൻസുകളും ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മളെ സംഭാഷണത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ യൂസേജുകളാണ്, കുഞ്ഞ യൂസേജുകളാണ് ഇതൊക്കെ. ഇത് നമ്മൾ പഠിച്ചിരിക്കണം. സെൻറ്റൻസുകൾ കളക്ട് ചെയ്യുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, എന്നിട്ട് നമ്മൾ തലച്ചോറിൻ്റെ ഭാഗമാക്കി മാറ്റുക. എങ്കിൽ മാത്രമേ നമുക്കത് സംസാരിക്കുമ്പോൾ വരുള്ളൂ. Then only we can use these types of usages while we speak in this language. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ സെൻറ്റൻസുകൾ പരിചയപ്പെടുത്താം. ദർ ഹാവ് ബീൻ മെനി പ്രോബ്ലംസ് റീസെൻ്റ്ലി. അടുത്തിടെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദർ ഹാവ് ബീൻ മെനി പ്രോബ്ലംസ് റീസെൻ്റ്ലി. അടുത്തിടെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദർ ഹാവ് ബീൻ മെനി ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ദ സ്കൂൾ. സ്കൂളിൽ നിരവധി പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. ദർ ഹാവ് ബീൻ മെനി ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ദ സ്കൂൾ. സ്കൂളിൽ നിരവധി പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. ദർ ഹാസ് ബീൻ മെനി ഡിസ്കഷൻസ് അബൌട്ട് ദിസ് ടോപ്പിക്. ഈ വിഷയത്തെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. ദർ ഹാവ് ബീൻ മെനി ഡിസ്കഷൻസ് അബൌട്ട് ദിസ് ടോപ്പിക്. ഈ വിഷയത്തെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. അടുത്തത് ദർ ഹാസ് ബീൻ. ദർ ഹാസ് ബീൻ എ കംപ്ലയിൻറ്റ് ഫ്രം ദ കസ്റ്റമർ. ഉപഭോക്താവിൽ നിന്ന് ഒരു പരാതി ഉണ്ടായിട്ടുണ്ട്. ദർ ഹാസ് ബീൻ എ കംപ്ലയിൻറ്റ് ഫ്രം ദ
കസ്റ്റമർ. ഉപഭോക്താവിൽ നിന്ന് ഒരു പരാതി ഉണ്ടായിട്ടുണ്ട്. ദർ ഹാസ് ബീൻ എ ലോട്ട് ഓഫ് റെയിൻ ടുഡേ. ഇന്ന് വളരെ മഴ ഉണ്ടായിട്ടുണ്ട്. ദർ ഹാസ് ബീൻ എ ലോട്ട് ഓഫ് റെയിൻ ടുഡേ. ഇന്ന് വളരെ മഴ ഉണ്ടായിട്ടുണ്ട്. ദർ ഹാസ് ബീൻ എ ന്യൂ റൂൾ ഇൻ ദ ഓഫീസ്. ഓഫീസിൽ ഒരു പുതിയ നിയമം ഉണ്ടായിട്ടുണ്ട്. ദർ ഹാസ് ബീൻ എ ന്യൂ റൂൾ ഇൻ ദ ഓഫീസ്. ഓഫീസിലൊരു പുതിയ നിയമം ഉണ്ടായിട്ടുണ്ട്. അടുത്തത് ദർ ഹാഡ് ബീൻ. ദർ ഹാഡ് ബീൻ മെനി പ്രോബ്ലംസ് ഏർലിയർ. മുമ്പ് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദർ ഹാഡ് ബീൻ മെനി പ്രോബ്ലംസ് ഏർലിയർ. മുമ്പ് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദർ ഹാഡ് ബീൻ എ ഹെവി റെയിൻ ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി കനത്ത മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദർ ഹാഡ് ബീൻ എ ഹെവി റെയിൻ ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി കനത്ത മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദർ ഹാഡ് ബീൻ എ ബിഗ് ക്രൗഡ് അറ്റ് ദ ഈവൻറ്റ്. പരിപാടിയിൽ വലിയ ജനക്കൂട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദർ ഹാഡ് ബീൻ എ ബിഗ് ക്രൗഡ് അറ്റ് ദ ഈവൻറ്റ്. പരിപാടിയിൽ വലിയ ജനക്കൂട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെ സെൻറ്റൻസുകൾ കളക്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് നമ്മളെ തലച്ചോറിൻ്റെ ഭാഗമാക്കുക. ട്രെയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഇത് നമ്മളെ സംഭാഷണത്തിൻ്റെ ഭാഗമായിക്കോളും. അങ്ങനെ നമുക്ക് ഇത് സുഗമമായിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.